ഹലോ, വണ്ടി സർവീസ് കഴിഞ്ഞിട്ട് എടുക്കാമോ? ശരിയാകുന്നു വന്നപ്പോൾ ടയർ ചെറുതായിട്ട് താഴ്ന്നുണ്ട്. അപ്പോൾ അവരൊരു ലെറ്റർ തന്നിട്ടുണ്ട്. അവരെ സിയറ്റിൻ്റെ കമ്പനിയിൽ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ കമ്പനിയിൽ പോയിട്ട് സിയറ്റിൻ്റെ ടയറിൻ്റെ ഷോപ്പിൽ പോയിട്ട് അവർ ലെറ്റർ തന്നിട്ടുണ്ട്. അത് കൊണ്ടുകൊടുത്തിട്ട് നോക്കാം, വേറെ എന്താ പറയുക നോക്കാം. ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് 5ാമത്തെ സർവീസാണ് ശരിയാക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. ബ്രേക്ക് കുറവില്ല, പക്ഷേ പെഡല് കുറവാണ്. അതിൻ്റെ പ്രകാശാട്ടൻ്റെ കൂടെ ഒരു നാദാപുരത്തേക്ക്, പ്രകാശാട്ടൻ്റെ മകളുടെ വീട്ടിലേക്ക് ഒരു യാത്ര. യൂട്യൂബിലിടും നിങ്ങളല്ലോ. നിങ്ങളാ മൂലക്കാരോട് കാണൂല. മുകളിലൊക്കെ ഉണ്ട്. അവിടെ കാണുന്നില്ലല്ലോ, അങ്ങോട്ട് പോയില്ലല്ലോ. അവിടെ ബ്ലോക്കാണ്. വടകര നാദാപുരം വരെ വന്നതായിരുന്നു പ്രകാശാട്ടൻ്റെ മോളെ വീട്ടിലേക്ക്. നല്ല സ്ഥലം. ഇവിടെ വന്ന് ഇപ്പോൾ 2 മണിക്കൂർ യാത്രയുണ്ട്. പോയി ബേക്കിലുണ്ട്. നമ്മളാദ്യമേ പറഞ്ഞിട്ട് വരുന്നില്ല. ഈ മോളിൽ തന്നെ കയറാൻ പാടില്ല. ഇല്ല, കൊച്ചാടി റോഡിൽ എപ്പോൾ കയറിയാലും ഇതുപോലെ ബ്ലോക്കായിരിക്കും. അത്രയും സൗകര്യമാണ്. വലിയ ഞാനങ്ങളൊക്കെ വണ്ടി സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും, പാർക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. വീട്ടിൽ സ്റ്റാൻഡിലെത്തി ഇങ്ങോട്ടേക്ക് വെക്കണം. അപ്പേ വണ്ടി കൊച്ചിലേ കയറും. 3 സർവീസ് കഴിഞ്ഞു. അടുത്ത സർവീസ് നോക്കാനൊക്കെ പറയാം. മുമ്പ് നമ്മൾ 2012 മോഡൽ ആപ്പയൊക്കെ എടുക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു വിഷയമില്ല. നല്ല സുഖമായിട്ട് സ്മൂത്തായിട്ട് വണ്ടി പോകുന്നുണ്ടായിരുന്നു. കുറേ കാലം ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നം ഉണ്ടായില്ല.
ഇപ്പോൾ വരുന്ന വണ്ടി ആപ്പേ ക്ലാസിക് വണ്ടിയൊക്കെ ഈ ലെവലിലാണ് കാണുന്നത്. എന്താണ് ഇവർ പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം പറയുമ്പോഴൊക്കെ പറയും അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. മനസ്സിലാവില്ല. കയറ്റെത്തുമ്പോഴേക്ക് മറ്റ് റണ്ണിങ്ങിൽ വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു ലെവലല്ല. എന്നാൽ പോലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മറ്റേ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ സാഹസമാണ്. എല്ലാ പ്രാവശ്യം പോയാലും പറയും. ഇതിപ്പോൾ 3 സർവീസ് കഴിഞ്ഞ് പോയാലൊക്കെ പറയുമ്പോഴൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. ഒന്നും ശരിയായില്ല. ഫസ്റ്റിൽ എങ്ങനെയാണെന്ന് ഉണ്ടായിന് അതുപോലെ തന്നെയാണുള്ളത് വണ്ടി, ഒരു മാറ്റമില്ല. പമ്പ് പൂട്ടി വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നേരത്തെ ഒന്നും ഈ പ്രശ്നങ്ങളില്ല. നേരത്തെ നമ്മൾ 2018 വണ്ടിയെല്ലാം ഓടിച്ചിരുന്നു. നേരെ ഒന്നും എടുത്ത് ഓടിച്ചതാണ്. നേരെ ഒന്നും ഈ പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ആ സമയത്തും വരണ്ടേ? ആ സമയത്തുള്ള ഒന്നുമില്ല. ഇപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് പറഞ്ഞാൽ അവരുടെ റൂൾസാണ് അവർ പറയുന്നത്. പക്ഷേ ജനങ്ങളോട് പറയുമ്പോൾ സാധാരണ പുതിയ വണ്ടി എടുത്തിട്ട് വണ്ടി കൊണ്ടുവരുന്നില്ല പറയുമ്പോൾ അതൊരു മോശമല്ലേ? അത് കമ്പനിയോട് പറയുമ്പോൾ മനസ്സിലാവും. എല്ലായ്പ്പോഴും പോയി പറയും. ഇപ്പോൾ അടുത്ത സർവീസും കൂടി 30,000 കിട്ടില്ല. ഇപ്പോൾ 8,500 സർവീസിന് പോയത്. ഇപ്പോൾ 13,700 പോകുമ്പോൾ അപ്പോൾ അടുത്ത മാസം വരെ ഒരു മാസം 1.5 മാസം ഇതുപോലെ ഓടണം. വലിയ പാടാണ്. വേറെ പിന്നെ പുറത്ത് കൊണ്ടതിനൊന്നും സർവീസ് ചെയ്യാൻ പറ്റില്ല. പുറത്ത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ വാറണ്ടി പീരീഡെല്ലാം നഷ്ടമാവും. ഇത് വേറൊരു വിഷയം. അതുകൊണ്ട് പുറത്തൊന്നും പോകാൻ കഴിയില്ല. എന്ത് ചെറിയൊരു പണിയായാലും അത് വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്യാൻ കഴിയും. സർവീസ് സെൻ്ററിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ആൾ ഈ പ്രശ്നം പറയാനുണ്ട്. ഒരുപാട് ആളും പ്രശ്നം പറയുന്നുണ്ട്. പുതിയ വണ്ടി എടുത്തവരൊക്കെ വണ്ടിയുടെ ഈ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ സർവീസ് സെൻ്ററിൽ എത്തുമ്പോഴേക്കും ആൾക്കാരും പറയുന്നുണ്ട് ഇങ്ങനെ വണ്ടി വലിയുന്നില്ല, ക്ലച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. പുതിയ വണ്ടിക്കാണ് ഈ പഴയ വണ്ടിയൊന്നും ഈ ഒരു പ്രശ്നം ഒരിക്കലും നമുക്ക് ഉണ്ടായിട്ടില്ല. പഴയ വണ്ടിക്ക് അപ്പോൾ ക്ലാസിക്കിനാണ് ഇങ്ങനത്തെ അപ്പോൾ പഴയ ആപ്പയൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ക്ലാസിക് എന്നൊക്കെ പുതിയ മോഡൽ ഇറക്കിയിട്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ അതിലാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് വണ്ടി വലിയുന്നില്ല. ഇതാണ് പരമാർത്ഥം. ആരും കാണാതെ അറിയാതെ പാപ്പശ്ശേരിയിലേക്ക് മറ്റേ ഇതേ റോഡ് ആരെങ്കിലും റഫായതുകൊണ്ട് അവിടുന്ന് ടോൾ കഴിയുന്നതാണ് അവിടെ പാലം വരെ തെറിച്ച് നല്ലൊരു അന്തരീക്ഷം. പാപ്പശ്ശേരി 48 അത് അടിപൊളി സ്ഥലം. ഒരു ട്രിപ്പ് പോകുന്നതാണ് ഇങ്ങോട്ടേക്ക്. അതിനായിട്ട് കാണാൻ രസമല്ലേ. അതിൻ്റെ അപ്പുറത്തൊക്കെ വളവട്ടണത്തിൻ്റെ ഭാഗം ആ കാണുന്നില്ല. പ്ലൈവുഡ് കമ്പനിയും ഒക്കെയാണ്. നല്ല രസമുണ്ട്. വളവട്ടണം പോയിത്തുംകടവ് ആലവലുള്ള സ്ഥലം. ഫുട്ബോളിൻ്റെ ആരവം തുടങ്ങി. വഴിക്കൊക്കെ
ബ്രസീലും അർജന്റീനയും മെസ്സിയും പരിവാരങ്ങളും ഒക്കെയുള്ള റോഡിലൊക്കെ ഇതായി. ഇനി ഫുട്ബോൾ തന്നെ കുറച്ച് ദിവസത്തേക്ക് അവിടെ പോസ്റ്റർ വരുന്നുണ്ട്. ബ്രസീൽ ടീം വളവട്ടണം, അങ്ങാടി ഈ ഭാഗമൊക്കെ ഇപ്പോൾ രാജാക്കന്മാരുടെ ഇപ്പോൾ ഭ്രാന്തന്മാരുടെ നാടാണ്. ഇപ്പോൾ ഭ്രാന്തന്മാർ 2026 ഖത്തർ ടീമിൽ ഒരു മലയാളി ഇടപെട്ടു. അവരുടെ വേരുകൾ വളവട്ടത്തോട് തലശ്ശേരിയാണ് ഇപ്പോൾ അഡ്രസ്സ്. നേരത്തെ വളവട്ടം ഉണ്ടായിരുന്നു. ഖത്തറിലെ ഫുട്ബോൾ ടീമിൽ മലയാളി കൂടിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു നേരത്തെ തോന്നുന്നു, കുറച്ചു നേരം ആയിട്ട് തോന്നുന്നു. അതിന്റെ അട്ടക്കൂട്ടം പായാൻ നോക്കുന്നുണ്ട്. ബസ്സും എല്ലാം അടിച്ചു തോന്നുന്നു കേട്ടോ. ബസ്സൊക്കെ ദൂരം വെച്ചിട്ടുണ്ട്. അതെ, അതാണ് അവര് വന്നിട്ട് കാണുന്നില്ലേ. ടിപ്പറിന് അല്ല, നാറ്റേടാ അല്ല, മറ്റേതാണ് വിഷയം കൊണ്ടുവന്നത്. പരിക്കും ഉണ്ടാവും കേട്ടോ. ആർക്കെങ്കിലും ആളുണ്ടാവുമായിരിക്കുമല്ലോ അതില്. ഓരോ വീട്ടുകാർ അവരവരെ കിടങ്ങും മറ്റു കാര്യങ്ങളും കുടിച്ചു നോക്കുമ്പോഴേക്ക് വെള്ളം വെച്ച് റോഡിൽ തന്നെ. റോഡിൽ മുഴുവൻ വെള്ളം, സൈഡൊക്കെ ഉയർത്തി കെട്ടിയിട്ടാണ്. പിന്നെ വണ്ടി റോഡിന് നടുക്കൂട്ടം പോകണം. ആകെ ബുദ്ധിമുട്ടായി. ആ മഴ ശരിക്കും അങ്ങോട്ട് ബാധിച്ചു. ആ സാധനം എടുത്ത് കൊടുക്കുമ്പോഴേക്ക് കംപ്ലീറ്റ് നനഞ്ഞ് വേഗത്തെ നനഞ്ഞ് പണ്ടാറാണ് കിട്ടുക. ആകെ നനഞ്ഞ്. ഇതാണ് വിഷയം. സാധനം എടുക്കുന്നില്ല. സാധനം എടുത്ത് കൊടുക്കലും പിടിക്കലും ഒക്കെ ആകുമ്പോൾ